ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ജർദോസിയും സീക്വൻസും യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഡിസൈൻ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജർദോസിയുടെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം, എന്നാലേ ജർദോസിയെ പറ്റി നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഡിസൈന്, ഈ ലീഫ് പോലത്തെ ഡിസൈൻ കണ്ടില്ലേ, അത് നമുക്ക് എങ്ങനെ ചെയ്ത് തുടങ്ങാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലീഫിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് താഴോട്ടായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴോന്ന് മേലോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വലിയ ചെയിൻ എടുത്തതിന് ശേഷം ഒരു ചെറിയ ലോക്ക്, തെറ്റത്ത് ചെറിയ ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കതവിടെ നല്ല ഫിറ്റായിട്ട് കിട്ടും. എന്നതിന് ശേഷം ഒരു സീക്വൻസും അതിൻ്റെ പുറകെയായിട്ട് ഒരു സർദോസിയും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ സീക്വൻസും സർദോസിയും ഇട്ടതിന് ശേഷം അതിൻ്റെ താഴോട്ടേക്കായിട്ട് ഈ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഏകദേശം അളവ് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൻ്റെ താഴോട്ടേക്കായിട്ട് ഒരു ലോക്ക് ഇടുക. ഒരു ലോക്ക് ഇട്ടാൽ പോരാ, ഒരു സ്റ്റിച്ച് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത പോലെ ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ചും കൂടി ഇടണം. എന്നാലേ നമുക്കവിടെ കറക്റ്റ് ഒരു ഫിറ്റായിട്ട് നമുക്ക് ഈ ലീഫ് മോഡൽ നമുക്ക് കിട്ടുള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഏല് പോലെ നമുക്ക് ചെയ്യാം. എനിക്കിപ്പോൾ കുറേ മോഡൽ നമുക്ക് ഈ ലീഫ് ചെയ്യാൻ പറ്റും. എന്താ പറയുക, പല രീതിയിലുമുണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് എടുത്തത് താഴെ നിന്ന് മുകളിലോട്ടേക്കാണല്ലോ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു സർദോസി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ്, പിന്നെ റൈറ്റ് സൈഡ്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ഇനി വേറെ ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നതിന് ശേഷം നിങ്ങൾക്ക് റൈറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളെ ഏല് പോലെ. പക്ഷേ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ ഒരു വഴിയാണ്. ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് പോകുമ്പോഴാണ് എനിക്ക് ആ ഒരു നല്ലൊരു ഭംഗി എനിക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഫൈനായിട്ട് തോന്നുന്നത് ആ വഴി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു ചെയിൻ ഇട്ടു. അപ്പോൾ അതിന് ശേഷം ഒരു ചെറിയൊരു ലോക്ക് കൂടി ഇട്ടു. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കുറേ തവണ കണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഏത് വീഡിയോസ് ആക്കി കഴിഞ്ഞാലും ഈ ആരി വർക്കിൻ്റെ നിങ്ങൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി, പെട്ടെന്ന് അപ്പം തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. എനിക്കൊക്കെ കുറേ പ്രാവശ്യം വീഡിയോസ് കണ്ടതിന് ശേഷമാണ്, കുറേ വീഡിയോസ് കണ്ട് എന്നതിന് ശേഷമാണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് എനിക്ക് ഇത് വഴങ്ങി വന്നത്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും എന്താ പറയുക, സ്വന്തമായിട്ട് ചെറിയ കുർത്തയിലോ അല്ലെ മക്കളുടെ ഡ്രസ്സിനോ ഡിസൈൻ ചെയ്ത് കാണണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പരമാവധി നിങ്ങൾ വീഡിയോസ് കുറേ തവണ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ. ഞാൻ ഈ ക്ലോത്ത് യൂസ് ചെയ്തത് ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് പൊപ്ലിൻ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാൻ ഇച്ചിരി എളുപ്പമുള്ള ക്ലോത്താണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യാം.
സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നല്ല അടിപൊളിയായി ചെയ്യാൻ പഠിക്കുക. പിന്നെ നിങ്ങൾക്കിതിലെന്തെങ്കിലും ഞാൻ പറയുന്നതിലോ അല്ലെങ്കിൽ വീഡിയോസിലോ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് ഉണ്ടെങ്കിൽ അതെന്തായാലും കമൻസിലൂടെയോ അറിയിക്കുക. എന്നാലേ എനിക്കിതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിച്ച്. ഇത് ഞാനിപ്പോൾ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, ലീഫിൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഏത് ഡിസൈന് വേണ്ടിക്കലും യൂസ് ചെയ്യാം. ഓക്കെ ബൈ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.